പക്ഷേ ഇന്ന് ഇന്ത്യ വിഷൻ പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വളരെ രസകരമായ രീതിയിലാണ് വാർത്ത വായിക്കുന്നത്. നികേഷ് കുമാറിനെ പോലെ പ്രഗത്ഭനായ വാർത്ത വായനക്കാരുടെ സ്റ്റൈല് കേൾക്കുവാനും കാണുവാനും ഒക്കെ ഭയങ്കര രസമാണ്. നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ളതാണ്. ഒരു ന്യൂസ് അവർ നമുക്കിവിടെ ആരംഭിക്കുകയാണ്. ഈ ന്യൂസ് അവറിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഇത് നമ്മുടെ രാഷ്ട്രീയ നായകന്മാരും കടന്നു വരുന്ന ഇന്ത്യ വിഷന്റെ ഒരു ന്യൂസ് അവർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇന്ന് രാവിലെ 11 മണിക്കുള്ള വിമാനത്തിന് ന്യൂഡൽഹിക്ക് പുറപ്പെടുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് ഇപ്പോൾ ലൈനിലുണ്ട്. രാജേഷ്, എത്ര മണിക്കാണ് മുഖ്യമന്ത്രിയും സംഘവും വിമാനത്താവളത്തിലെത്തിയത്? എത്ര മണിക്കാണ് അദ്ദേഹത്തിന് ന്യൂഡൽഹിക്കുള്ള വിമാനം? ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്? ആ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ. നികേഷ്, ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി സംഘവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഏതാണ്ട് 11 മണിക്കാണ് അദ്ദേഹത്തിന് ന്യൂഡൽഹിക്കുള്ള വിമാനം. മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിക്കാമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. എന്തായാലും മടങ്ങി വരാം. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അതായത് ഗവൺമെന്റ് ശരിയല്ല. ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിലെ 6 നക്ഷത്രത്തെക്കുറിച്ച് പോലും സംസാരിക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. അപ്പൊ ഗവൺമെന്റ് മാറിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പറയുവാനുള്ളൂ. താങ്ക് യു സാർ. താങ്കൾ ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ദുഃഖമുണ്ട്. വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ K കരുണാകരനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം ലീഡർ. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? മുല്ലപ്പെരിയാർ പ്രശ്നം അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? എല്ലാവർക്കും മുല്ലപ്പെരിയാർ പ്രശ്നം തീർക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ ഒരു കുടുംബം അനാഥമായിട്ട് ആ പ്രശ്നം തീർക്കാൻ ആർക്കും സമയമില്ല. മുല്ലപ്പെരിയാർ പ്രശ്നം തീർക്കാൻ പറ്റും. ഇവന്മാരെ എല്ലാം മുല്ലപ്പെരിയാറ്റി മുക്കി കൊന്നാ മതി, അതോടെ തീരും. ഇതേപോലെയാണ് നമ്മുടെ നാട്ടിലെ ന്യൂസ് അവറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ താരങ്ങളെ ഇതിനു മുമ്പ് പല ഭാവത്തിലും പല രൂപത്തിലുമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ താരങ്ങളുടെയൊക്കെ ഒരു ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൂ, പലരും അനുകരിക്കുമ്പോൾ. എന്നാൽ താരങ്ങൾക്കൊക്കെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കരയുന്ന ശബ്ദമല്ല 5 വയസ്സുള്ളപ്പോൾ, പിന്നെ 10 വയസ്സുള്ളപ്പോൾ, 25 വയസ്സുള്ളപ്പോൾ, 50 വയസ്സുള്ളപ്പോൾ, 80 വയസ്സുള്ളപ്പോൾ. കാലഘട്ടത്തിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെയും ജീവിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ താരങ്ങൾക്കും ഈ മാറ്റമുണ്ട്. നമുക്ക് ആ മാറ്റങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ്. മലയാള സിനിമയുടെ നമ്മുടെ പ്രിയങ്കരനായ അനശ്വരനായ നായകൻ ശ്രീ നസീർ സാർ. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സ്ഥിരം ഒരു ശബ്ദമുണ്ട്. പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, മരിച്ചു പോയെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഇതല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് സിനിമയിൽ നമ്മൾ കാണുന്നതാണ്. അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഇദ്ദേഹം മരിക്കാറായി കിടക്കുമ്പോൾ ഇദ്ദേഹം എവിടെയെങ്കിലും പഠിക്കാൻ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ തിരിച്ചു വരും. എന്നിട്ട് സ്ഥിരമായി കാണുന്ന ഒരു സീനാണ്, പഴയ സിനിമയിലെ സീനാണ്. ഇപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അമ്മേ, അമ്മയുടെ ബാവുമോൻ വന്നിരിക്കുന്നു, അമ്മേ കണ്ണു തുറന്ന് നോക്കമ്മേ, അമ്മയുടെ ബാവുമോൻ SSLC ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി, അമ്മേ കണ്ണു തുറന്ന് നോക്കമ്മേ, അമ്മേ 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 എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം അദ്ദേഹം ജഡ്ജിയായിട്ട് അഭിനയിക്കും. അന്ന് അദ്ദേഹത്തിന്റെ പെങ്ങളെയോ ഭാര്യ ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം ഒരു വല്ലാതെ ചാണകമൊക്കെ എടുത്ത് തലയെ വെച്ച് കൊടുത്തൊരു വിഗും ഒരു കോട്ടും ഒരു മീശയും ഒരു പൈപ്പും ഒരു തോക്കും ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് സ്ഥിരം പറഞ്ഞ ഡയലോഗുണ്ട്, ബാല ഷെടാ
മാനമര്യാദയ്ക്ക് ജീവിച്ച എന്റെ പെങ്ങളെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചിട്ട് ഇവിടെ വന്നിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ബാല, ദൈവം നിന്നോട് പുറത്താലും ഞാൻ നിന്നോട് പുറക്കില്ല. പിന്നെ ഒരു 4 മലക്കുത്തമ്മരിലും ഇടിയുമാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നടൻ ജനാർദ്ദൻ ചേട്ടൻ. ജനാർദ്ദൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഓ, പിടികിട്ടി പിടികിട്ടി, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പൻ പൊന്നപ്പൻ. എടാ മറക്കരുതേ, നീ ഒറ്റയൊരുത്തനായി ഇവിടെ കിടന്ന് ന്യൂസ് മുഴുവൻ അപ്പുറത്ത് കൊണ്ട് കൊടുക്കുന്നത്. ഓ പിന്നെ. എന്നാൽ ഇതല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വേറൊരു ടോണായിരുന്നു. അന്ന് ജോസ് പ്രകാശ് ആയിരിക്കും മെയിൻ വില്ലൻ. ഏതെങ്കിലും ഒരു വാളിൽ കുറെ മുത്തൊക്കെ പതിപ്പിച്ച് അദ്ദേഹം പറയും, ഹലോ മിസ്റ്റർ രാമു, ഈ രത്നവാൾ ഇന്നത്തെ കപ്പലിൽ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. സ്ഥിരമായിട്ട് സിംഗപ്പൂരിലാണ് ലോകത്ത് വേറൊരു സ്ഥലമില്ല രത്നവാൾ അയക്കാൻ പറ്റിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ജനാർദ്ദൻ ചേട്ടനായിരിക്കും ആരെങ്കിലും കൊല്ലാൻ പറ്റുന്നുണ്ടാവും. അന്ന് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വന്ന് പറയും, മിസ്റ്റർ തോമസ്, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവനെ കൊന്നുകളയുക. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവൻ മൂലം നമുക്ക് നശിച്ചിരിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ കഴുത്തിൽ തലയുണ്ടാവാൻ പാടില്ല. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞ സ്റ്റൈലുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മലയാള സിനിമയിലെ പല താരങ്ങൾക്കും പല വേഷങ്ങളും അഭിനയിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. മോഹൻലാലിന്റെ സൂപ്പർ ഡ്യൂട്ടർ ഹിറ്റായ ഒരു ചിത്രമാണ് രാവണപ്രഭു. അതില് മംഗലശ്ശേരി കാർത്തികേയൻ എന്ന് പറയുന്ന ഗംഭീരമായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. അതിൽ ഗംഭീരമായ ഒരു സീനും ഒരു ഡയലോഗും ഉണ്ട്. സിദ്ദിഖും മോഹൻലാലും ചേർന്നുള്ള ഒരു സീനാണ്. അതിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്റെ ശബ്ദം മോഹൻലാലിന്റെ അത്ര കറക്റ്റ് അല്ല, എങ്കിലും ഡയലോഗ് ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ അറിയാവുന്ന നല്ല നാടൻ തല്ലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ച് പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുക, ഏതാണ്ട് ഇത്രയും വരും കുപ്പി. ഈ ഡയലോഗ് മലയാള സിനിമയിലെ പല താരങ്ങൾക്കും ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. ഇനി റീഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ ആഗ്രഹം ഞാനായിട്ട് സാധിച്ചു കൊടുക്കുകയാണ്. മലയാള സിനിമയുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ലാലു അലക്സ് ആണ് കാർത്തികേയനായി ആദ്യം എത്തുന്നത്. ഹലോ, വളരെ പേഴ്സണലായിട്ട് പറയുക, ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചു പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വീട്ടിൽ അങ്ങ് പിറവത്ത് ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുക, ഏതാണ്ട് ഇത്രയും വരും കുപ്പി. പിന്നെ വർത്തമാനം നമ്മുടെ മാമുക്കോയയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഈ വേഷം ചെയ്താൽ കൊള്ളാവുന്ന. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. കാർത്തികനായി മാമുക്കോയാണെങ്കിലോ? ബോക്സിങ് അത് നമ്മൾ പഠിച്ചിട്ടില്ല, കരാട്ടെ അതെന്താന്ന് പോലും അറിഞ്ഞൂടാ, ആകെ അറിയാവുന്ന പൊറോട്ട അടിക്കാൻ മാത്രമാണ്. പിന്നെ കളരിപ്പയറ്റ് വാൾപ്പയറ്റ് അറിയാം, പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞമ്മളിടിച്ച് കുറച്ചു പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ കിട്ടിയ 2 പല്ലാണ് ഈ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വർത്തമാനെ നമ്മുടെ KP ഉമ്മർ, അന്തരിച്ചുപോയ KP ഉമ്മർ പഴയ വില്ലൻ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹമാണ് ആ വേഷം ചെയ്യുന്നതെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് കാണാം. ബോക്സിംഗ് ഞാൻ പഠിച്ചു, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, സമയം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ ബലാത്സംഗമാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറും. അങ്ങനെ ഉണ്ടെങ്കിൽ 1ാം സമ്മാനം നേടുന്നത് ഞാൻ തന്നെയായിരിക്കും. അതിനുവേണ്ടി ആരും ഉറക്കം വിളിക്കണ്ട, ഓർമ്മയിരിക്കട്ടെ. നടൻ ജഗദീഷ് ചേട്ടനാണ് ഇനി ഈ വേഷം ചെയ്യുന്നതെങ്കിൽ
ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അത് ഞാൻ പഠിച്ചിട്ടില്ല. കളരിപ്പയറ്റ് അത് പഠിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്നത് ഈ പെൺകുട്ടികളുടെ പുറകെ നടന്നുള്ള നല്ല നാടൻ ഗച്ചുസ്മിയാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മറ്റേ പലതും കിട്ടിയിട്ടുണ്ട്. ഇപ്പോ കാക്കയുടെ കയ്യിൽ നിന്നും ശരിക്കും കിട്ടി. മനസ്സില്ലാത്ത വർഗം, ഇതിനൊക്കെ വല്ല അണ്ടർ ഇട്ട് നടന്നുകൂടെ? കാശില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഒരെണ്ണം മേടിച്ചു തരാം. ഇതേപോലെ മരത്തിന്റെ മോളിൽ കയറി എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, എന്റെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല. പോട്ടെ. മലയാള സിനിമയിലെ നമ്മുടെ പ്രിയങ്കരനായ കൊച്ചിൻ ഹനീഫയാണ് ഇനി വേഷം ചെയ്യുന്നതെങ്കിൽ ബോക്സിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല. കളറിപ്പയറ്റ് അത് ഞാൻ പഠിച്ചിട്ടേ. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ലുകൊള്ളലാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചു പേരുടെ പന്നികളുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൊച്ചിയിൽ ഒരു ഹോളിഷ് കുപ്പിയിലിട്ട് വെച്ചിരിക്കുക. വാടപ്പന്നികളെ കാണിച്ചു തരാം, വാടാ വാ. നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും. നമ്മുടെ പ്രിയങ്കരനായ ജ്യോത്സ്യൻ ആറ്റുകാൽ രാധാകൃഷ്ണൻ ഒരാഗ്രഹം. നമസ്കാരം. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല. കളരിപ്പയറ്റ് അത് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. യന്ത്രം ഉണ്ടാക്കാൻ തിരക്കി അത് മറന്നുപോയി. പിന്നെ ആകെ അറിയാവുന്നത് ഏലസ് ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിക്കലാണ്. ഇനി യന്ത്രം കൊടുത്താൽ യന്ത്രം കയറ്റി കൊല്ലുമെന്ന് ആൾക്കാർ പറഞ്ഞത് കാരണം നിർത്തി. നന്ദി. ശവസംസ്കാരം.